ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരിക്കെതിരെ വലിയ ക്യാമ്പയിൻ നടക്കുക. ആ വോട്ട് ചോരി ക്യാമ്പയിനിന്റെ നേതൃനിരയിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആക്ഷേപം നരേന്ദ്രമോദിക്കെതിരെ ചൊരിഞ്ഞിട്ട് ഇതേവരെ നരേന്ദ്രമോദി മിണ്ടിയിട്ടില്ല. മോഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തിന്റെ മേലെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ കസേരയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരക്ഷരം പറയാൻ പറ്റിയില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു രാഷ്ട്രീയ നേതാവിന്റെ നിലയിലേക്ക് തരം താണുപോയി. ഇതൊക്കെ നടക്കുക. ബീഹാറിൽ വലിയ പ്രചരണം നടക്കുന്നു, ഇന്ത്യ എമ്പാടും പ്രചരണം നടക്കുന്നു. ഇക്കാര്യത്തിൽ ഒരക്ഷരം പോലും ഉരിയാടാത്ത ഒരേ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ CPM-ന്റെ മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാ മനുഷ്യരും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ പാർലമെന്റ് ഇലക്ഷനിൽ വയനാട്ടിൽ മത്സരിച്ച ആനി രാജ രാഹുൽ ഗാന്ധിയോടൊപ്പം ആ യാത്രയിൽ പങ്കെടുത്ത് പിന്തുണ കൊടുത്തു. പിണറായി വിജയൻ എന്താ മിണ്ടാത്തത്? ഒറ്റ കാര്യമുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ സ്കെഡ്യൂൾ കഴിഞ്ഞപ്പോൾ തന്നെ മക്കളെയും മരുമകനെയൊക്കെ കൂട്ടി വിനോദയാത്രയ്ക്ക് പോയ പിണറായി വിജയന്റെ അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും. BJPക്കെതിരെ അദ്ദേഹം സംസാരിക്കില്ല. സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വീട്ടിലെ ഡ്രൈവർക്ക് വരെ കള്ളവോട്ടും വ്യാജവോട്ടും ഇരട്ട വോട്ടും ഉണ്ട്. സകല സംഖ്യകളെയും സകല നാടുകളിലും കൊണ്ടുവന്ന് കള്ളവോട്ട് ചെയ്താണ് ജയിച്ചതെന്നുള്ള വിവരം വന്നിട്ട് പിണറായി വിജയൻ മാത്രം മിണ്ടിയില്ല. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മിണ്ടിയില്ല. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുരേന്ദ്രൻ രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കി. മഞ്ചേശ്വരം കോഴക്കേസിൽ സുരേന്ദ്രന് രക്ഷപ്പെടാൻ പ്രോസിക്യൂഷന്റെ വരെ പിന്തുണ കിട്ടുന്ന സാഹചര്യം ഒരുക്കി. ഇതെല്ലാം ചെയ്യുന്ന പിണറായി വിജയനാണ് കേരളത്തിലെ വോട്ട് ചോരിയുടെ ഒരു പ്രധാന കണ്ണി എന്ന് പറയുന്നത്. കാരണം കാലങ്ങളായിട്ട് CPM കേരളത്തിൽ ചെയ്യുന്ന മരിച്ചവരെ പോലും കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്ന CPM-ന്റെ മാജിക്ക ഇന്ത്യ എമ്പാടും BJP നടപ്പാക്കിയത്. അപ്പൊ പിണറായി വിജയന് വോട്ട് ചോരിയെക്കുറിച്ച് പറയാൻ പറ്റാത്തിടത്തോളം കാലം രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യയിലെ സാധാരണക്കാർ അഭിമാനമായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിൽ UDF-ന് വേണ്ടി പ്രചരണത്തിന് വരും. പിണറായി വിജയന് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല.